മകൾ അതെങ്ങനെ ദുഃഖമാവുന്നത്? ഷെറിലിന്റെ ഒരു മോളുണ്ട്. ഉണ്ട്, പക്ഷെ അവളെ ഓർത്തിട്ട് അങ്ങനെയുള്ളൊരു വിഷമം എനിക്കില്ല. കാരണം അവളെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഹാൻഡിലാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. എൻ്റെ അച്ഛനും അമ്മയുടെയും എൻ്റെ അടുത്ത് നിൽക്കുന്നതിനേക്കാളും കൂടുതൽ ഹാപ്പിയും സന്തോഷമാണ് എൻ്റെ മോക്ക് അവിടെ. എന്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ നീ വരണ്ട, എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം, മനസ്സിലായോ? ശരി. ഓ തിത്തിത്താര തിത്തിത്തേ തിത്തേ ദഗദേ ദേദോ തിത്തിത്താര തിത്തിത്തേ തിത്തേ ദഗദേ ദേദോ. കുഞ്ഞ് ജനിച്ച ദിവസം ഏതായിരുന്നു? ഡേ ഏതാന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഡിസംബർ 20th സൺഡേ ആണ് മോൾ ഉണ്ടായത്. ആയിരുന്നു സൺഡേ? അറിയില്ല, ഞാനൊരു ഊഹം വെച്ചത്. ആണോ? ഡിസംബർ 20th സൺഡേ അല്ല. അല്ല, ബുധനാഴ്ച. അങ്ങനെ അച്ഛനും അമ്മയും തോൽവി വാങ്ങിയിരിക്കുകയാണ്. എനിക്ക് അത് ഇഷ്ടമുള്ള കാര്യമില്ല. നമ്മുടെ എന്ത് പ്രശ്നമാണേലും അത് നമ്മളിൽ തന്നെ നിർത്തണം. പുറത്ത് അത് പറഞ്ഞ് പിന്നെ അതിനെ വേറൊരാളെ സ്പ്രെഡ് ചെയ്ത് അങ്ങനെ പോരും. ചെറിയ കാര്യമാണെങ്കിൽ നമ്മൾ പറഞ്ഞങ്ങ് തീർക്കുക. വികാസേട്ടൻ എന്ത് ചെയ്യും, വികാസേട്ടൻ്റെ വൈഫല്ലേ മോള്, അതൊക്കെ അപ്പം അത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നെ മേക്കപ്പിനെ കുറിച്ചാണ് ആൾക്കാർ കൂടുതൽ. ഞാൻ ഒറ്റയ്ക്ക് പോയാലും പുള്ളിക്കാരൻ്റെ മേക്കപ്പിനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനമാണ്. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, ഒന്ന് പിണങ്ങാതെ ഒന്നുകൂടെ പോരൂ കൂടെ. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഇവന്റ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം കൂടുതൽ മനോഹരമാക്കണ്ടേ? കല്യാണം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഇവന്റ്സ് ഏതുമായിക്കോട്ടെ വളരെ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം അത് ഏറ്റവും സ്പെഷ്യൽ ആക്കാൻ ഇനി നിങ്ങൾക്കൊപ്പം മൈൽസ്റ്റോൺ ഇവന്റ്സ്. നമസ്കാരം. മൈൽസ്റ്റോൺ ഇവന്റ്സ് പ്രസൻസ് ഓണമേളം 2024 സപ്പോർട്ടഡ് ബൈ ഹാർവിയോര. സുന്ദരി നീയും സുന്ദരൻ ഞാനുവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നാം ഇന്ന് ചതയമാണ്. നമ്മുടെ ഈ ഓണമേളം ഇങ്ങനെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഓണമേളത്തിലൂടെ കുറേ നല്ല സ്പെഷ്യൽ എപ്പിസോഡുകൾ മൈൽസ്റ്റോൺ പ്രേക്ഷകർ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വർഷത്തെ നമ്മുടെ ഓണാഘോഷം, അതായത് ചതയത്തോടു കൂടി ഇന്ന് നമ്മൾ നമ്മുടെ സ്പെഷ്യൽ പ്രോഗ്രാംസ് എല്ലാം വൈൻഡപ്പ് ചെയ്യാണ്. പക്ഷെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് വേണ്ടേ? നമ്മുടെ കൂടെയുള്ള നമ്മുടെ സ്വന്തം നമ്മുടെ അഭിമാനമാണ് ഈ ഒരു ഫാമിലി, നമ്മുടെ മെമ്പർ ആണ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ നമ്മൾ ഇന്ന് പോയി സുന്ദരി നീയും സുന്ദരി ഞാനും എത്തിയിരിക്കുന്നത് വികാസിന്റെ ഷെറിലിന്റെ അടുത്താണ്. ഹലോ സുന്ദരി സുന്ദരന് സുഖമായിട്ടിരിക്കുന്നല്ലോ? സുഖം. ഓണമൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇനി ഈ സുന്ദരിയും സുന്ദരനും എത്രത്തോളം പരസ്പരം മനസ്സിലാക്കുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്രത്തോളം അറിയാം, ഇനി ഇതാണ് നിങ്ങളുടെ ഇത് അറിയാനുള്ളൂ. അപ്പൊ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മനപ്പുറത്തും ഒരു സെഗ്മെന്റ് ഒരു റൗണ്ടിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാ പ്രോപ്പർട്ടി ഉണ്ട്. ഇത് വെച്ചിട്ട് ഇതിനകത്ത് മാർക്കർ ഉണ്ട്, ഡസ്റ്റർ ഉണ്ട്. നോക്കരുത്, കോപ്പി അടിച്ചാൽ പനിഷ്മെന്റ് ഉണ്ടാവും. നിങ്ങളുടെ രണ്ടുപേരുടെയും ഉത്തരം രണ്ടായിട്ടാണ് വരുന്നെന്നുണ്ടെങ്കിലും നമുക്കപ്പോൾ അറിയാലോ കേൾക്കുമ്പോൾ ശരി ഏതാ തെറ്റേതെന്ന്. അപ്പം ഒരാൾക്ക് പനിഷ്മെന്റും ഉണ്ടാവും ടാസ്ക്, അതനുസരിച്ചിട്ട് തെറ്റെഴുതിയ ആൾക്കാർക്ക് പനിഷ്മെന്റും ഉണ്ടാവും. ഈശ്വര, ഇന്നത്തെ ഈ ടാസ്കിൽ വികാസ് തോറ്റ് ഷെറിൽ ജയിച്ച് വികാസിനെ കൊണ്ട് നമ്മൾ കുറെ ടാസ്കുകൾ ചെയ്യിപ്പിക്കാൻ പറ്റണമേ. ഭയങ്കര ഹീറോ ആയിട്ടേ ഇങ്ങനെ തിളങ്ങി നിൽക്കല്ലേ എല്ലായിടത്തും, ഹീറോയിസം. നമുക്ക് നോക്കട്ടെ, ഇന്നത്തെ ഈ റൗണ്ടോട് കൂടി അറിയാം. ഫസ്റ്റ് ചോദ്യം, ഒരു കല്യാണ വധുവിനെ അണിയിച്ചൊരുക്കാൻ വികാസിന് വേണ്ടത് കുറഞ്ഞത് എത്ര സമയം ആണ്? നോക്കരുത്, മിനിമം എത്ര സമയം വേണം നല്ല സുന്ദരിയായിട്ട് ഒരു ബ്രൈഡിനെ റെഡിയാക്കാനായിട്ട്? മിനിമം എത്ര സമയം വേണം? ഇതാണ്. വലുതായിട്ട് എഴുതണേ. എഴുതി, അത് മതി. അത് വായിക്കാതിരിക്കും, അത് വായിക്കാം. ഇനി എഴുതുമ്പോൾ സെൻട്രലായിട്ട് എഴുതിയാൽ മതി. ഇത് വായിക്കാം, സമയം എഴുതിയാൽ മതി. ഷെറിലൊക്കെ നിങ്ങളുടെ കഥ എഴുതണം. എഴുതി കഴിഞ്ഞോ? രണ്ടുപേരും ഒരുമിച്ച് ക്യാമറയ്ക്ക് ഒന്ന് ടേൺ ചെയ്ത് കാണിക്കോ, നോക്കട്ടെ. ചതയം നാളിൽ ഇന്ന് വികാസ് എഴുതിയത് 20 minutes, 3 മണിക്കൂർ മേക്കപ്പ്, ഹെയർ ആൻഡ് സം ഡ്രേപ്പിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ പളി അതെങ്ങനെ? അപ്പൊ അത് സ്പെസിഫൈ ചെയ്തില്ലല്ലോ. മേക്കപ്പും അത് മാത്രം. അപ്പൊ അതിന് പനിഷ്മെന്റ് കൊടുക്കണ്ടേ പ്രൊഡ്യൂസർ? യെസ്, വികാസിന് പനിഷ്മെന്റ്. കാരണം എല്ലാരോടും ഞാൻ കേൾക്കുന്ന 3 മണിക്കൂർ ആണെന്ന് പറയുന്നത്. മിനിമം ഇതാ. പക്ഷെ അത് മേക്കപ്പിന്റെ മാത്രല്ലേ. ഷെറിൽ എഴുതിയപ്പം ഡീറ്റെയിലിംഗ് ആയിട്ട് എല്ലാത്തിന്റെ എഴുതി. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വേറെ പനിഷ്മെന്റ് ഒന്നുമില്ല. ഇതാ ഇറേസർ കൊടുത്താൽ മതി.
അപ്പൊ അടുത്ത പനിഷ്മെന്റ് എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് പനിഷ്മെന്റ് ഇതേ നമ്മുടെ സുന്ദരന് കൊടുക്കാൻ പോവുകയാണ്. മറ്റൊന്നുമല്ല, ഒരു പാട്ട് പാടിയാ മതി. നോ നോ ചാൻസ്. ചാൻസ് ഉണ്ട്. വികാസിന്റെ ഒരു പാട്ട്, അത് വലിയ പാട്ടായിട്ടൊന്നും പറയണ്ട, അവിടെ ഇരുന്നോണ്ട് പാട്ട് പറഞ്ഞു വിട്ടാൽ മതി. ആക്ച്വലി ഈ പണിഷ്മെന്റ് ഞാൻ ശിരസ വഹിച്ചുകൊണ്ട് എന്റെ ഭാര്യ പാടുന്നത് കേൾക്കാനുള്ള എന്റെ ആഗ്രഹം കൊണ്ട് നേരെ അങ്ങോട്ട് ഗോൾ പോസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിന് എന്റെ ആഗ്രഹം, ഈ പാട്ട് ഉള്ള ആഗ്രഹം കൊണ്ട് ഷെറിൽ പാട്ട് പാടുവോ? ഇല്ല ഞാൻ അങ്ങനെ മൂളിപ്പാട്ടുകളൊക്കെ ഉള്ളു. എന്നാ നിങ്ങൾ രണ്ടുപേരും കൂടെ എന്ത് പറഞ്ഞാലും നീ, നമുക്ക് നമ്മുടെ നാരായണിക്കുട്ടി ഇപ്പൊ അവിടെ കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ അവളെ ഇൻക്ലൂഡ് ചെയ്യാത്ത, അതുകൊണ്ട് അവളെ ആലോചിച്ചിട്ട് നമ്മുടെ താമരക്കുട്ടീനെ ആലോചിച്ച് ആ പാട്ട് പാടാം. രണ്ടുപേരും കൂടെ ചേർന്ന് പാടിക്കും. കൂടെ പാടാം. ആ വികാസ് തുടങ്ങിയ പനിഷ്മെന്റാ. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, ഒന്ന് പിണങ്ങാതെ ഒന്ന് കൂടെ പോരൂ കൂടെ. ഷെറിൽ പാടായിരുന്നു, വികാസ് ഉടനെ നിർത്തിച്ചു. ലിറിക്സ് അറിയില്ല. സാരില്ല, എന്നാ ഓക്കെ. ആദ്യത്തെ ടാസ്ക് എന്തായാലും ഏറ്റു, അത് ഇതായിട്ടുണ്ട്. പൊതുവെ വികാസ് എങ്ങനെ മോളെ ഉറക്കണമെങ്കിൽ പാട്ടൊക്കെ പാടി അങ്ങനെ ഉറക്കാറുണ്ടോ? അത് ഏത് പാട്ടാ മോളെ ഉറക്കാനുള്ള സ്വന്തമായിട്ടുള്ള പാട്ട്? ഞങ്ങൾ നാട്ടുകാരും കൂടെ അറിയട്ടെ. ഞാൻ സ്വന്തമായിട്ട് എഴുതി, ഞാൻ സ്വന്തമായിട്ട് മ്യൂസിക് ഇട്ട്, ഞാൻ അച്ഛന്റെ സ്വന്തമായിട്ട് പാടി. മോളല്ലേ അല്ലേ, അച്ഛന്റെ പുന്നാര മോള്. അവിടെയും പാടുന്നുണ്ടാവും. അതെ, എല്ലാ അച്ഛന്മാരും ഇങ്ങനെ തന്നെയാണ്. അച്ഛന്മാരുടെ മാത്രം ഒരു ട്രേഡ് മാർക്കിലേക്ക് കൊണ്ടുവരും. എന്തായിരുന്നു എന്റെ പാട്ട്? അച്ഛന്റെ താമര പെണ്ണല്ലേ. അതെങ്ങനെ പാടുന്നേ? അച്ഛന്റെ താമര പെണ്ണല്ലേ, സുന്ദരി താമര പെണ്ണല്ലേ, താമര പൂവിന്റെ കണ്ണല്ലേ, പൊന്നും കുടത്തിന്റെ മുത്തല്ലേ. അപ്പൊ മുത്ത് കൊടുക്ക. അപ്പത്തേക്ക് മോൾ ഉറങ്ങും. നമുക്ക് ആ പാട്ട് അറിയാം. ആണോ? ഞാൻ ഫോണിൽ കൂടെ ഒക്കെ പാടുമ്പോ ശബ്ദം കേട്ടിട്ട് നാരായണക്കിളി പെണ്ണല്ലേ, നാരായണക്കിളി പെണ്ണല്ലേ. ഓക്കെ. എന്തെങ്കിലും എന്താ മോളപ്പൊ എന്നും ഉറങ്ങുന്നത് ഷെറിലിന്റെ, അല്ലെങ്കിൽ മോള് പെട്ടെന്ന് ഉറങ്ങുന്നത് ഷെറിലിന്റെ പാട്ട് കേട്ടിട്ടാണോ അച്ഛന്റെ പാട്ട് കേട്ടിട്ടാണോ? പാട്ട് കേട്ടിട്ടേ ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ വാവാവോ നമ്മുടെ പഴയ പാട്ട് അത് പാടിയിട്ടാണ് ഓർക്കാറുള്ളത്. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും നമ്മുടെ താമരക്കുട്ടി എണീറ്റിട്ടുണ്ട്. അവളുടെ ശബ്ദമാണ് നമ്മളിടയിൽ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പെട്ടെന്ന്. കുഞ്ഞ് ജനിച്ച ദിവസം ഏതായിരുന്നു? ഡേ ഏതാന്നാണ് എഴുതേണ്ടത്. ഡേറ്റ് എഴുതരുത്, ഡേ. അവളുടെ ചാടി വികാസ് പെൻ തുറന്നപ്പോഴേ എനിക്ക് മനസ്സിലായി, ചാടി എണീറ്റിട്ട് ആ ഡേറ്റ് എഴുതാൻ പോവുകയായിരുന്നു. ഡേറ്റ് അല്ല, നമുക്ക് ആ ദിവസമാണ് കാണേണ്ടത്. ഷെറിൽ നോക്കി. ഇല്ല, ഞാൻ ഡേറ്റ് എഴുതിയിട്ടുള്ളൂ. ഡേറ്റ് അല്ല, ദിവസം. ആ ഡേ ആണ് അറിയേണ്ടത്. ഏത് ഡേ ആണ്? എനിക്ക് ഒരു പിടിയില്ല. ഡിസംബർ 20 ആണെന്ന് എനിക്ക് അറിയത്തുള്ളൂ. ആണ്, ഡേ അറിയില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഡിസംബർ 20 സൺഡേ ആണ് മോൾ ഉണ്ടായത്. ആയിരുന്നു സൺഡേ? അറിയില്ല, ഞാനൊരു ഊഹം വെച്ചത്. ആണോ? അപ്പോൾ അത് ഇവിടെ അച്ഛനും അമ്മയ്ക്കും ഡിസംബർ 20 2023 അപ്പം അതറിയില്ല. അപ്പൊ അതുകൊണ്ട് വീണ്ടും പനിഷ്മെന്റ് എടുത്തിരിക്കുകയാണ്. ഏത് പാട്ടാന്നറിയോ? അടുത്ത ഏത് പാട്ട് കൊടുക്കണം? ഡിസംബർ 20 സൺഡേ അല്ല, അങ്ങനെ അച്ഛനും തോൽവിയായിട്ട് വാങ്ങിയിരിക്കുകയാണ്. സൺഡേ എന്ന് വിചാരിക്കുന്ന കാര്യം അന്ന് എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ പൊതുവില് കല്യാണം നടക്കുന്നത് സൺഡേ ആണല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും ഇവര് തോൽവിയായിട്ട് വാങ്ങിയിട്ടുണ്ട്. അതൊരു സൺഡേ അല്ല, വെനസ്ഡേ ആണെന്ന് ഇപ്പൊ നിങ്ങൾ കാരണം ഞാനത് മനസ്സിലാക്കി. ഇനി എന്റെ ലൈഫ് ഒരിക്കലും മറക്കത്തില്ലല്ലോ. അത് എന്ത് ദിവസമായിരുന്നു മോളുണ്ടായി. ഇനി ഈ അച്ഛനും അമ്മയും മറക്കില്ല. ഓക്കെ, അപ്പോൾ അടുത്ത പനിഷ്മെന്റ് രണ്ടുപേരും കൂടെ അങ്ങ് ഇരുകയും നീട്ടി സ്വീകരിച്ചോളൂ. രണ്ടുപേരും പൊട്ടത്തെറ്റാണ് പറഞ്ഞതുള്ളത്. രണ്ടുപേരും പനിഷ്മെന്റ് ചെയ്യണം. എന്താണെന്നറിയോ? പാർട്ട്ണറിനെ കുറിച്ച് പുകഴ്ത്തി പറയുക. വികാസ് ഷെറിലിനെ കുറിച്ച് പുകഴ്ത്തി ഇങ്ങനെ പൊങ്ങച്ചമായിട്ട് വേണം പറയാൻ. ഓക്കെ, അതേപോലെ ഷെറില് നേരെ തിരിച്ച് വികാസിനെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കോ, ഫേസ് ടു ഫേസോ അല്ലെങ്കിൽ എന്നെ നോക്കിട്ടോ, എങ്ങനെയാണെന്ന് വെച്ചാൽ. പുകഴ്ത്തി പറയുന്ന എന്റെ ഭാര്യ എന്നോട് പറയുന്നതായിട്ട് പറഞ്ഞോളെ. ഞാൻ പുകഴ്ത്തി, അവള് പൊങ്ങച്ചം പറയാം. രണ്ടുപേരും പൊങ്ങച്ചായിട്ട് തന്നെ പുകഴ്ത്തിയിട്ട് ഇങ്ങനെ പുകഴ്ത്തി പറയാം, പക്ഷെ പൊങ്ങച്ചം പോലെ അല്ല. ഞാൻ ആദ്യം പറയാം. എന്നാ പറയൂ, ബിക്കോസ് എന്നെ നോക്കി പറഞ്ഞു. പൊക്കി പറയാന്ന് വെച്ചാൽ എന്റെ വൈഫ് നല്ലൊരു കുക്കാണ്. അവളുടെ ഫുഡിന്റെ ഓളം അത്രയും ടേസ്റ്റ് ആയിട്ട് ഞാൻ വേറെ ആരും ഉണ്ടാക്കി കഴിച്ചിട്ടില്ല. ഞാൻ അത് സത്യമായിട്ടും ഭയങ്കര ടേസ്റ്റി. ഓരോ ദിവസവും ഡിഫറെന്റ്. ഇറ്റ്സ് ട്രൂ ഓൾസോ. കാര്യം കുറച്ച് പൊങ്ങച്ചാണെങ്കിലും അതിനകത്ത് സത്യം തന്നെയാണ്. കാര്യം നല്ല നല്ല ഫുഡ്സ് ആണ് കേട്ടോ. എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഫാമിലിക്കും എല്ലാം എവറിബഡി വാസ് ടോക്കിംഗ് അബൌട്ട് ഹർ ഫുഡ്. അവൾക്ക് കുറെ ഫുഡ് ഫാൻസും ഉണ്ട്. കാര്യം എനിക്കൊന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതലും ഫുഡ് ഫാൻസ് ഉള്ളത് എൻ്റെ വൈഫിനാണ്. കാര്യം അത് ഞാൻ കഴിച്ചിട്ട് ഞാൻ പറയുന്നതാണല്ലോ ഏറ്റവും വലുത്. മതിയോ? ഇനി ഷെറിലിന്റെ ടേൺ ആണ്. ഷെറിൽ പറയൂ. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് ഭയങ്കര അഭിമാനിക്കുന്ന ഒരു കാര്യം വെച്ചാൽ, ആർക്ക് മേക്കപ്പ് ചെയ്താലും നമ്മളിപ്പോൾ കാണുന്ന കണക്കല്ല, ഭയങ്കര ഒരു അവർ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര സുന്ദരിയായിട്ടിരിക്കും.
അപ്പൊ പിന്നെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ എല്ലാരും എന്നോട് പറയും ഇതുപോലെ വികാസേട്ടൻ എന്തിയെ വികാസേട്ടന്റെ വൈഫല്ലേ മോള് അതൊക്കെ. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നെ മേക്കപ്പിനെ കുറിച്ചാണ് ആൾക്കാർ കൂടുതൽ. ഞാൻ ഒറ്റയ്ക്ക് പോയാലും പുള്ളിക്കാരന്റെ മേക്കപ്പിനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനമാണ്. ഭർത്താവ് ഇങ്ങനെ തൊട്ടടുത്ത് നിന്ന് സ്റ്റെയർ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇതിനപ്പുറം ഇനി എങ്ങനെ ഇതാക്കി പറയുന്നതാണ് വികാസ് ഇങ്ങനെ ഇനി എന്നെ കുറിച്ച് അവള് പൊക്കി പറയട്ടെ, ഇനി എന്നെ കുറിച്ച് അവള് പൊക്കി പറയട്ടെ. സുഖിച്ചിരിക്കുകയായിരുന്നു. മതി ചോദിച്ചത് കേട്ടോ. മതി മതി മതി, റെഡി ആയിക്കോ അടുത്ത ചോദ്യത്തിന് ആൻസർ എഴുതാനായിട്ട്. ഇനിയും ഉണ്ടോ ഇങ്ങനത്തെ പണിഷ്മെന്റ്? ഇത്തരത്തിലുള്ള എന്താ മനോഹരമായ പനിഷ്മെന്റ് പുറകെ എത്തും. ഉത്തരം പൊട്ടത്തിട്ട് എഴുതിയാൽ മതി, അപ്പൊ കിട്ടും. അടുത്ത ചോദ്യം. ഷെറിൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ദുഃഖവും നിരാശയുമായി കാത്തു സൂക്ഷിക്കുന്ന ഒരു കാര്യം. ഷെറിന്റെ ലൈഫിലെ ഏറ്റവും ഒരു ഇതായിട്ട്, അല്ലെങ്കിൽ എപ്പോഴും ആലോചിക്കും, അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വിഷമം തോന്നുന്നതോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? എഴുതിക്കഴിഞ്ഞോ? നോക്കട്ടെ, ഷെറിന്റെ ഉത്തരം ആദ്യം നോക്കട്ടെ. എന്തിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ്? എന്താ ഒരു അങ്ങനെ ഒരു ഇൻസിഡന്റ് ഇപ്പൊ ഇല്ല. അതെന്താ എഴുതിയേക്കുന്നത്? അങ്ങനെ ഒരു ഇൻസിഡന്റ് ഇല്ല. ഓക്കെ, ഇതെന്താ വികാസ് എഴുതിയത്? മകൾ, അതെങ്ങനെ ദുഃഖമാവുന്നത്? ഒരു മോളുണ്ട്. ഉണ്ട്, പക്ഷെ അവളെ ഓർത്തിട്ട് അങ്ങനെയുള്ള ഒരു വിഷമം എനിക്കില്ല. കാരണം അവളെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഹാൻഡിലാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. എൻ്റെ അച്ഛനും അമ്മയുടെയും എൻ്റെ അടുത്ത് നിൽക്കുന്നതിനേക്കാളും കൂടുതൽ ഹാപ്പിയും സന്തോഷമാണ് എൻ്റെ മോക്ക് അവിടെ. അപ്പൊ അതുകൊണ്ട് അവളെ കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു വേവലാതി ഇല്ല. കാരണം ഞാൻ എപ്പോഴും അവിടെയും ഇവിടെയും ആയിട്ടാണ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരിക്കലും ഇവിടെ ആയിട്ട് ഒതുങ്ങുമായിരുന്നെങ്കിൽ എനിക്ക് അവിടെ വിഷമമാണ്. കാരണം ഞാൻ ഇപ്പൊ അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ കൊണ്ടാക്കി, ഇപ്പൊ എക്സാം നടക്കുന്നു, പിന്നെ നെക്സ്റ്റ് ഇനിയിപ്പോ ഒരു 3 months കഴിയുമ്പോൾ ഞാൻ വീണ്ടും പോകും. അപ്പൊ അവളുടെ കൂടെ കുറച്ച് ദിവസം വെക്കേഷൻ ആകുമ്പോ ഇങ്ങോട്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഇല്ല. അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ഒരു വിഷമമില്ല. വികാസ് സ്വന്തം മോളെ പോലെ തന്നെ അവളെയും കാണാൻ. എന്താ മോളുടെ പേര്? മോളെ പേര് വൈഗ. എത്രയായി? മോളെ ഇപ്പൊ 5ൽ പഠിക്കുന്നു. ഓക്കെ, അപ്പൊ മോള് അവിടെ കൊല്ലത്താണോ? അല്ലല്ല, ഒമാനില. അതുകൊണ്ടാണ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് പോവുകയും വരികയും ചെയ്യുന്നത്. ഞങ്ങൾക്ക് അവിടെ ചെറിയ ബിസിനസ് ഒക്കെ ഉണ്ട്. അപ്പം ഞാനും അവിടെ ആയിരുന്നു. അപ്പൊ ആഫ്റ്റർ കല്യാണ ശേഷമാണ് ഇവിടെ. ഇപ്പൊ ഈ 1 year മാത്രമേ ഉള്ളൂ ഞാൻ പോകാതിരുന്നത്. ഫുൾ ബെഡ് റെസ്റ്റ് ആയതാണ്. ഇപ്പൊ ഞാൻ അതാണ് പോയതും അവിടെ കൂടെ ആയിരുന്നു. മോള് എന്റെ കൂടെ ആയിരുന്നു ഇവിടെ. 2 months ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ ഓപ്പൺ ആയപ്പോഴാണ് കുഞ്ഞങ്ങോട്ട് പോയത്. ഇനിയിപ്പൊ ഞാൻ ഇനിയും ഒരു ഓണം കഴിഞ്ഞ് 3 months കഴിയുമ്പോൾ പോകും. കാരണം അവൾക്ക് വരാൻ പറ്റത്തില്ല, അവർക്ക് ആർക്കും. അവൾക്ക് എക്സാം നടക്കുന്നുണ്ട്. പിന്നെ ഇവളുടെ ഫസ്റ്റ് ഓണം ആയതുകൊണ്ട് അവളുടെ അച്ഛന്റെ കൂടെ വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീടും പുതിയതല്ലേ, നമുക്ക് അടച്ചിടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ 5ാം തീയതി എത്തിയതേ ഉള്ളൂ. അത് ശരി. അപ്പൊ ഞാൻ അവിടെ ഇവിടെ ആയിട്ട് ഇത് ടാലി ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന്റെ ഒരു ഇത്. അതെത്രയായാലും ഇതും കുഞ്ഞു മോളല്ലേ, താമരനെ കൊണ്ടുള്ള യാത്ര അത് പറയുന്നത് തൊട്ടടുത്തല്ലല്ലോ, ഇത്രയും ദൂരം പോവാന്ന് പറയുന്നത് അതിന്റെ ഒരു ബുദ്ധിമുട്ട്. ഓക്കെ, എന്തായാലും നമ്മള് അതുകൊണ്ട് നമ്മൾ പനിഷ്മെന്റ് തരുന്നില്ല. വൈഗക്കുട്ടിക്ക് വേണ്ടി, വൈഗക്കുട്ടിയുടെ കാര്യം ആയതുകൊണ്ട് അമ്മയും സേഫായി അച്ഛനും സേഫായി, അവിടെ നമ്മൾ പനിഷ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. വികാസിന്റെ സ്വഭാവത്തിൽ ഒരു തിരുത്തൽ വേണമെന്ന് ഷെറിൽ എപ്പോൾ ആവശ്യപ്പെടാറുള്ള ഒരു കാര്യം അതെന്താണ്? കുടുംബ പ്രശ്നമാണല്ലോ. മനുഷ്യൻ നിങ്ങൾക്കൊന്ന് നന്നായി കൂടെ, വികാസ് ഒന്ന് ചേഞ്ച് ആവൂ. എന്താണ് വികാസ്? നിങ്ങൾ എഴുതിക്കോ, സത്യം എഴുതൂ. ഷെറിൽ സത്യം എഴുതുകയാണ്. എനിക്ക് എന്റെ സ്വഭാവത്തിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ, അപ്പൊ ഞാൻ എന്താ പറയില്ല. വികാസ്, നിങ്ങൾക്ക് ഈ ഒരു സ്വഭാവം ഒന്ന് മാറ്റിക്കൂടെ? എങ്ങനെയാ ഷെറിൽ വിളിക്കണേ വികാസിനെ? വികാസ്. അപ്പൊ വികാസ്, നിങ്ങൾക്ക് ഇതൊന്നും മാറ്റിക്കൂടി? ഇത് എന്താ ഇങ്ങനെ അല്ല എപ്പോഴും ക്ലീൻ ചെയ്തോണ്ടിരിക്കുക? എപ്പോഴും എന്തെങ്കിലും ഒരു ഹാബിറ്റ് ഉണ്ടാവും, നമ്മൾ ചിലപ്പോ പറയില്ലേ, എന്തെങ്കിലും ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി, എന്നോട് പറയണ്ട, എഴുതിയാൽ മതി. ഷെറിൽ ഉത്തരം എഴുതി കഴിഞ്ഞു. വികാസ് വീണ്ടും തോൽവി ഏറ്റി വാങ്ങുകയാണ്, ഉത്തരവില്ലാതെ നിൽക്കുകയാണ്. സാരമില്ല മോനെ, നമുക്ക് പനിഷ്മെന്റ് ചെയ്യാം, നമുക്ക് പനിഷ്മെന്റ് എടുക്കാം. ഏറ്റെടുക്കുകയാണ്. ഓക്കെ, ഷെറിൽ എന്താണ് നോക്കട്ടെ? ഫാമിലി പ്രോബ്ലംസ് നോ ഷെയർ വിത്ത് അതേഴ്സ്. എനിക്ക് അത് ഇഷ്ടമുള്ള കാര്യമല്ല. നമ്മുടെ എന്ത് പ്രശ്നമാണേലും അത് നമ്മളിൽ തന്നെ നിർത്തണം. പുറത്ത് അത് പറഞ്ഞ് പിന്നെ അതിനെ വേറൊരാളെ സ്പ്രെഡ് ചെയ്ത് അങ്ങനെ പോരും. ചെറിയ കാര്യമാണെങ്കിൽ നമ്മൾ പറഞ്ഞ് അങ്ങ് തീർക്കുക. അതാണ് എന്റെ ഒരു പോളിസി. ഞാൻ അങ്ങനെയാണ്. അത് മാത്രം ഞാൻ എപ്പോഴും പറയാറുണ്ട്. അങ്ങനെയല്ല എന്നല്ല, അങ്ങനെ ആകണമെന്ന്. അങ്ങനെ ആണോ അല്ലയോ എന്ന് അറിയില്ല, പക്ഷെ ഞാൻ പറയുന്നൊരു കാര്യം. ഓക്കെ, ആണോ എന്തെങ്കിലും പറയാനുണ്ട് പറയൂ. ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? കേട്ടിട്ട് എന്ത് തോന്നി? അല്ല, ഇത് ഐ മീൻ ഓരോ ഇതല്ലേ ഫാമിലി.
എന്താ പറഞ്ഞോ വികാസ്, എന്തെങ്കിലും പറയണ്ടേ പറഞ്ഞോ? ഇല്ല. ഓക്കെ, എന്തെങ്കിലും കമന്റ്സ് ഉണ്ടോ? ഗുഡ് കമന്റ്സ്. എന്നാ പറഞ്ഞോ, ഗുഡ് കമന്റ് എന്താണ്? ഫാമിലി പ്രോബ്ലംസ് നോട്ട് ഷെയർ വിത്ത് അതേഴ്സ്. എനിക്ക് അങ്ങനെ പ്രോബ്ലം ഉണ്ടായില്ല ഇതുവരെ. അങ്ങനെയല്ല, പ്രോബ്ലം എന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴും വലിയ വലിയ പ്രോബ്ലങ്ങൾ ആവണമെന്നില്ല. വലിയ പ്രോബ്ലം നമ്മുടെ വീട്ടിലത്തെ എന്ത് കാര്യവും ഇപ്പൊ നമ്മളെല്ലാവരും കാണുമ്പോൾ നമ്മള് എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിൽ കാര്യങ്ങൾ നടക്കില്ല. ഇതൊക്കെ ചില ആൾക്കാർ വള്ളി പുള്ളി വിടാണ്ട് മറ്റുള്ളവരുടെ അടുത്ത് പറയുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ എത്ര വലിയ ഇത് ഡിസാസ്റ്റർ വന്നാൽ പോലും മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യില്ല. നമ്മുടെ ഫാമിലിയിലെ കാര്യങ്ങൾ മറ്റുള്ള അങ്ങനത്തെ രണ്ടു കൂട്ടവും ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അതാണ് അപ്പൊ അത് പറഞ്ഞത്. നമ്മള് നല്ലത് പറഞ്ഞാലും അത് കേട്ടിട്ട് ഉടനെ അങ്ങോട്ടും അത് വേണ്ടാതെ ഞാൻ പറിച്ചോളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ആയിരിക്കും ഇനി ചേട്ടൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും വീണ്ടും തോൽവി ഏറ്റുവാങ്ങാനായി വികാസ് ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ അടുത്തത് എന്തെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള വേറൊരു പനിഷ്മെന്റ് ആണ്. പാട്ടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ആക്ടിങ് സെഗ്മെന്റ് ആണ്. ആക്ടിങ് സെഗ്മെന്റിൽ ഡയലോഗ്സ് നമ്മൾ പറഞ്ഞു തരും, അതനുസരിച്ചിട്ട് ഇവിടെ ആക്ട് ചെയ്ത് കാണിക്കും. ഇരുന്നുകൊണ്ട് തന്നെ ആക്ട് ചെയ്താൽ മതി. അപ്പൊ ഷെറിലിന്റെ അടുത്ത് നോക്കിയിട്ട് പറയാ, നീ എന്റെ കാര്യത്തിൽ ഒന്നും ഇടപെടണ്ട, എനിക്കറിയാം എന്റെ കാര്യങ്ങൾ ചെയ്യാൻ. ഞങ്ങൾക്ക് കിട്ടിയ ടാസ്ക് ഭയങ്കര എല്ലാം വളരെയധികം ഇതായിട്ട് നിൽക്കുന്നതാണ് അല്ലേ? ഓക്കെ, ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന് നീ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നീ നിന്റെ ജോലി ചെയ്യാൻ, എനിക്കറിയാം എന്റെ കാര്യം നോക്കാൻ. ചിരിക്കൊന്നും ചെയ്യരുത്, നമ്മൾ നടനാവണം. ഓക്കെ, നടനായിക്കൊണ്ട് ആക്ടിങ് സെഗ്മെന്റ് ചെയ്തോ. ചിരിക്കരുത്. വികാസിലെ അഭിനേതാവിനെയാണ് നമ്മൾ കാണാൻ നടനെ കണ്ടപ്പോ എനിക്ക് ചിരി വരികയാണ്. ഞാൻ ഇപ്പൊ ഈ പണിഷ്മെന്റ് എടുക്കുമ്പോ പറയാൻ, ഞാൻ അഭിനയിക്കില്ല, ഞാൻ ജീവിക്കും. നീ ആവശ്യമില്ലാതെ എന്റെ കാര്യത്തിൽ ഞാനേ ഉള്ളു, നിനക്ക് പണിഷ്മെന്റ് ഇല്ല. റെസ്പോണ്ട് ചെയ്തോ, കുഴപ്പമില്ല. വേണ്ട വേണ്ട വേണ്ട. ഓക്കെ, ആ റെസ്പോണ്ട് ചിലപ്പോ നിങ്ങൾക്ക് ട്രെൻഡിങ് ആയി പോകും. അതാ വേണ്ട, വികാസ് പറഞ്ഞാ മതി. നീ ആവശ്യമില്ലാതെ എന്റെ കാര്യത്തിൽ ഇടപെടണ്ട, എനിക്കറിയാം എന്റെ കാര്യങ്ങളെല്ലാം പ്രോപ്പർലി ചെയ്യാൻ. മനസ്സിലായ? നീ ചെക്ക് ചെയ്യണ്ട, നീ നിന്റെ ജോലി ചെയ്താൽ മതി, എനിക്കറിയാം എന്റെ കാര്യം നോക്കാം. അങ്ങനെയാണ്. നീ ചെക്ക് ചെയ്യണ്ട, എനിക്കറിയാം എന്റെ കാര്യങ്ങൾ നോക്കാൻ. മനസ്സിലായോ? പോയി എല്ലാം സ്പ്ലിറ്റ് ആയി പോയി. ഒന്നും കൂടെ കണ്ടിന്യൂ ചെയ്തായിട്ട് പറ. ഇങ്ങനെ നീ എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം, അല്ലെങ്കിൽ എന്റെ ഇതിനെ നീ ചെക്ക് ചെയ്യാൻ വരണ്ട, നീ നിന്റെ കാര്യം നോക്കൂ, ഞാൻ എന്റെ കാര്യം നോക്കൂ. അങ്ങനെ ഒരുമിച്ചൊന്ന് പറഞ്ഞാൽ മതി. റെഡി? എന്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ നീ വരണ്ട, എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. മനസ്സിലായോ? ഓക്കെ, ശരി. എന്തൊരു ഗൗരവമാണെന്ന് നോക്കിക്കേ. നടനാവാൻ പറഞ്ഞപ്പോ എന്ത് ഇഷ്ടം നോക്കിയേ. ഇത് നടനായില്ല, റിയൽ ലൈഫിലെ വികാസാണ് അത്ര. റിയൽ ലൈഫിലെ വികാസ് എങ്ങനെയാണോ? അല്ല, ചോദിക്കട്ടെ ഷെറിൽ, പൊതുവെ വികാസ് ദേഷ്യപ്പെടുന്ന ടൈപ്പ് ആണോ, അതോ മുൻഷണ്ടിക്കാരനാണോ, അതോ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഉണ്ടോ? ദേഷ്യമൊക്കെ ഉണ്ടാവും, അത് ഈ വർക്കിന്റെ ആ ഒരു അല്ല, ചിലർക്ക് ഇപ്പൊ മുൻഷുണ്ടി അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ എല്ലാത്തിനും തൊടുന്നതിനും പിടിക്കുന്നതിന് അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ശരി. ഇതേപോലത്തെ ഒരു വീടും കൂടെ വികാസിന് എവിടെയെങ്കിലും കൂടെ വെക്കണമെന്ന് താല്പര്യമുണ്ടോ? ഒരുപാട് യാത്ര ചെയ്യുന്ന ആളല്ലേ, അപ്പോൾ ചില സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് കൊതി തോന്നും അല്ലേ, എന്ത് ഭംഗിയുള്ള ഒരു ഇതാണ്. അപ്പം നമുക്ക് ഈ ഒരു സ്ഥലത്തും കൂടെ, ഈ ഒരു സ്ഥലത്ത് എനിക്കൊരു കുഞ്ഞു വീട് വെക്കണം, അല്ലെങ്കിൽ വലിയ വീട്, ഒരു വീട് വെക്കണം എന്ന് നമ്മൾ ചിലവരൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ആഗ്രഹിക്കും. അങ്ങനത്തെ ഒരു ആഗ്രഹം വികാസിന് എപ്പോഴെങ്കിലും? ഏത് സ്ഥലത്താണ്? ആണോ? ഞങ്ങൾ രണ്ടുപേരും ഒന്നേ പറ, ഗുരുവായൂർ. ആണോ? ഇതൊക്കെ ചോദിച്ചുകൂടായിരുന്നോ? ആണോ അല്ലേ? അപ്പൊ ഒന്ന് എന്തായിരുന്നു, ഗുരുവായൂർ തന്നെ വീട് വെച്ചൂടെ? ഗുരുവായൂർ കൃഷ്ണൻ സഹായിച്ചാൽ ഗുരുവായൂർ വെക്കും ഞാൻ ഉടനെ തന്നെ. മരിക്കും മുമ്പ്. അതൊന്നും വേണ്ട, നമുക്ക് ഉടനെ തന്നെ ഗുരുവായൂരപ്പന്റെ തൊട്ടടുത്ത് ആ മണ്ണില് ഒരു വീട് വെക്കാൻ അനുഗ്രഹിക്കട്ടെ ദൈവം. ആ ഒരു ഇതായിട്ടും ഉണ്ടാവട്ടെ. പക്ഷെ അത് നമുക്ക് എത്രയും പെട്ടെന്ന് വേണം. അതിനെന്താ ചെയ്യാ? ബൈറ്റ് ഹോംസ് ഫോറിൽ പോയാൽ മാത്രം മതി. യെസ്, ബൈറ്റ് ഹോംസ് ഫോറിൽ പോയാൽ ഇപ്പം എനിക്കറിയാം, ഇതൊരു വലിയൊരു മാളികയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപാട് നാളത്തെ സമ്പാദ്യമാണ് അത് ഈ വീട്ടിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ ഉടനെ തന്നെ വീടെന്ന് പറഞ്ഞൊരു സ്വപ്നം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും. പക്ഷെ അങ്ങനെയുള്ള സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ളതാണ് ബൈറ്റ് ഹോംസ് ഫോർ. പകുതി പൈസ മാത്രം നമ്മൾ കയ്യിൽ കരുതിയാൽ മതി. പകുതി പൈസ വെച്ച് നമുക്ക് വീട് പണി തുടങ്ങാം. ബാക്കിയുള്ള പകുതി പൈസ 50 തവണകളായിട്ട് 50 മാസങ്ങളായിട്ട് നമ്മൾ അടച്ചാൽ മതി. അതൊരു വലിയൊരു ഹൈലൈറ്റ് ആണ്. പിന്നെ നമുക്ക് പ്ലാനും കാര്യങ്ങളെല്ലാം അവർ ഫ്രീ ആയിട്ട് തരും. പിന്നെ സൈറ്റിലത്തെ കാര്യങ്ങളും ഇതെല്ലാം നമുക്ക് ഈ ആപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും. അപ്പം എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരിട്ട് എപ്പോഴും സൈറ്റിൽ പോവുക, ഡെയിലി പോയി വിസിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും അതാത് നിമിഷം നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ഇനി ഗുരുവായൂർ ഒരു വീട് വെക്കുമ്പോൾ ബൈറ്റ് ഹോംസ് ഫോർ. ഓക്കെ, അപ്പൊ ഉടനെ ബൈറ്റ് ഹോംസിൽ ഞാൻ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഇത് ജെന്യൂൻ ആയിട്ട് പറഞ്ഞു കേട്ടോ.
ഗുരുവായൂർ. അപ്പൊ ഉടനെ വീട് വെക്കാൻ ഞാൻ പോവാണ്. അപ്പൊ ഞങ്ങൾക്ക് വീണ്ടും ഒരു ഹോം ടൂറുമായി പാലുകാച്ചലിന് പോകേണ്ട ഒരു വിശേഷമായി. ആ പാലുകാച്ചലിന് രമ്യ അവിടെ എന്തായാലും ഉണ്ടാവും ഉറപ്പായിട്ടും. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വികാസിന് ഒരു അസൗകര്യം വരുന്ന പക്ഷം ഒരു പ്രൊഫഷണൽ വെഡിങ്ങിന് റിഫർ ചെയ്യാൻ സാധ്യതയുള്ള മറ്റൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പേര്. വികാസിന് ചില ദിവസങ്ങളൊക്കെ ഒരുപാട് തിരക്കുകൾ വരും, ചിലപ്പോൾ കമ്മിറ്റഡ് ആയിരിക്കും, പക്ഷെ അന്നേരം തന്നെ അവർക്ക് ആ മറ്റേ സൈഡിൽ കല്യാണം അന്നേരം നടത്തണമല്ലോ. വികാസിന് പോകാൻ പറ്റിയില്ലെങ്കിൽ എപ്പോഴും റെഫർ ചെയ്യുന്ന അടുത്തൊരാളുടെ പേര്, ഒരാളുടെ പേര് എഴുതിയാൽ മതി. എഴുതിയോ? നോക്കട്ടെ. വികാസിന്റെ ആൻസർ ടോണി. ഓ എന്റെ അമ്മേ, ഫൈനലി ടോണി, യു സേവ് മീ. ഫൈനലി ഒരു ആൻസർ ആണ്. മണപ്പുറത്തെ റൗണ്ടിൽ രണ്ടുപേരും റെഡി ആക്കി. എനിക്ക് അവസാന നിമിഷം മിസ്സായിരിക്കുകയാണ്. ഈ ടോണി വികാസിന്റെ കൂടെ എപ്പോഴും ഉള്ള ആളാണോ? നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ടാണ്. ഇപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ റെഫർ ചെയ്യുന്ന ടോണിനെയാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇറൈസ് ചെയ്തോ പെട്ടെന്ന്. ടോണിക്ക് ഒരു ഹാപ്പി ആവും. ശരിക്കും ഈ പോർഷൻ ടോണിക്ക് അയച്ചു കൊടുക്കാം. വികാസ് അണിയിച്ചൊരുക്കിയിട്ടുള്ള കല്യാണ ബ്രൈഡുകളിൽ ഷെറിനെ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളത് ആരുടെ മേക്കപ്പ് കണ്ടിട്ടാണ്? അതിപ്പോ പറഞ്ഞാൽ ആർട്ടിസ്റ്റ് ആണോ അതോ ഏതായാലും കുഴപ്പമില്ല. ബ്രൈഡ്, ആർട്ടിസ്റ്റ് ആവണമെന്നൊന്നുമില്ല. ബ്രൈഡ്, അത് ആർട്ടിസ്റ്റ് സെലിബ്രിറ്റി ആയിക്കോട്ടെ, സാധാരണ ഇതായിക്കോട്ടെ. എഴുതി കഴിഞ്ഞു. നോക്കട്ടെ. അതും കറക്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. എവിടെയാണ് ഈ ദുർഗ? ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു. ആണോ? ആക്ച്വലി അതൊരു ആർട്ടിസ്റ്റ് ആണ്, ദുർഗ കൃഷ്ണ. ആ ദുർഗയാണോ? ഓക്കെ ഓക്കെ, ശരി, ഇറൈസ് ചെയ്തോ. ഷെറിൻ പോയിട്ടുണ്ടായിരുന്നു? ഞാനും പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കണ്ടോണ്ടിരുന്നതാണ് ദുർഗയുടെ ആ ചേഞ്ചുകൾ. ആണല്ലേ? പിന്നെ ഭയങ്കരമായിരുന്നു. ഷെറിൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ വികാസിന്റെ ഈ ഒരു കരവിരുന്നേ എന്തൊരു മാജിക്കൽ സംഭവമാണ് ഇത് ചെയ്യുന്നത്? ഇതിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണുമ്പോ അങ്ങനെ പലപ്പോഴും ഷെറിനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാവോ? മിക്കപ്പോഴും. പിന്നെ നമ്മൾ പോകാത്ത ഒരുപാട് ബ്രൈഡ്സിന്റെ കാണുമ്പോഴും ഇവര് ബിഫോർ ആഫ്റ്റർ സംസാരിച്ചതിന് ശേഷമുള്ള വീഡിയോ യൂട്യൂബിൽ വരുമ്പം കാണാറുണ്ട്. അന്നേരം ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഓ എന്തായിരിക്കും. ചിലരൊക്കെ എങ്ങോട്ടോ ആ കുറച്ചങ്ങോട്ട് കഴിയുമ്പോ തന്നെ ഭയങ്കര വ്യത്യാസം വരും. പിന്നെ ഫുൾ ലുക്ക് വരുമ്പോ പിന്നെ പറയണ്ട. ഇതൊരു ഭാഗ്യാണോ നോക്കിയേ. എന്റെ മോളൊക്കെ ഒന്ന് വലുതാവട്ടെ. അതെ, അതെ, തൊട്ടടുത്തുമാണ്. എന്തായാലും ഈശ്വരാ സഹായിക്കട്ടെ. അതെ, നല്ല കാര്യം. ഓക്കെ, അടുത്തത്. ഈ ഇന്റർവ്യൂവിന് ശേഷം കുറച്ച് ലഡു വികാസ് ഷെറിന് നൽകുന്നുവെന്ന് കരുതുക. ഇമാജിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഷെറിൻ ഉടൻ പറയാൻ സാധ്യതയുള്ള ഒരു കമന്റ് എന്തായിരിക്കും? എഴുതി കഴിഞ്ഞു. എനിക്ക് മധുരം വേണ്ട, ഡയറ്റ് ആണ്, രണ്ടും അതുകൊണ്ടാണ് വേണ്ട. അപ്പൊ ഉത്തരം ഇതെന്താ ബിക്കോസ് ഇനി എല്ലാം ശരി ഉത്തരം എന്താ നിങ്ങൾ പറയാൻ ഹൈപ്പിലേക്ക് അങ്ങ് പോകുന്നല്ലേ? ഞാൻ എന്ത് പ്രശ്നം വന്നാലും മധുരം കഴിക്കത്തില്ല. ഇല്ല, പൊതുവെ എനിക്ക് ഇഷ്ടമല്ല. ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പം പ്രഗ്നൻസി ടൈമും ആഫ്റ്റർ പ്രഗ്നൻസിയും ഭയങ്കര തടിച്ചിരുന്നു ഈ കുട്ടി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഷി വാസ് സോ മച്ച് കെയറിങ് അബൌട്ട് ഹർ ഹെൽത്തും കാര്യങ്ങളും. നമുക്ക് കുട്ടി ആവാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മള് മുമ്പത്തെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മള് കുട്ടി ആവാൻ വേണ്ടി വെയിറ്റഡ് ഫോർ 1 year ഒരു ട്രാൻസ്ഫോർമേഷൻ. എത്രത്തോളം 10 കിലോളം കുറച്ചിട്ട് നമ്മൾ കുട്ടിയാവും. അപ്പൊ അതേ കണക്കാണ് നൗ ഷീ സ്റ്റാർട്ടഡ്. അപ്പൊ ഞാൻ ഇനിയും പറഞ്ഞു ഇനിയും ഒരു കുട്ടി ആവട്ടെ. വികാസിന് ഇഷ്ടമാണോ ഒരുപാട് കുട്ടികളെ? ഒരുപാട് കുട്ടികളെ ഇഷ്ടമാണ്, പക്ഷെ നമുക്ക് സമയം കഴിഞ്ഞു പോയല്ലോ. അതുകൊണ്ട് ഇനി ഒന്നിനെങ്കിലും കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതെ, വികാസിന്റെ ഒരു സ്വപ്നം എന്താണ്? ആ സ്വപ്നം ഒരു സ്വപ്നമാണ്, ഒരു സ്വപ്നത്തിലാണ് നമ്മൾ എല്ലാവരും ഇപ്പൊ ഇരിക്കുന്നത്. ഇനി പറയരുത്, ഇനി വികാസിന്റെ ഒരു സ്വപ്നം എന്തായിരിക്കും? സ്വപ്നം ഒന്നും കാണാറില്ലേ? ഇതുമാത്രം ആലോചിക്കണത്, ഇത്ര ആലോചിച്ചു കൂട്ടണേ. എന്നാ വീണ്ടും തോൽവിയിലേക്ക് പോവുകയാണ്. ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ഒരു സ്വപ്നം ഉണ്ട്. എഴുതി കഴിഞ്ഞു. നോക്കട്ടെ. ഷെറിലിന്റെ ആൻസർ മലയാളം ഒരു അല്ല, മോളെ ഒരു ഡാൻസുകാരി ആക്കണം. നാരായണി. ഉദ്ദേശം അത് തന്നെയാണ്.
അത് നാരായണിയിലെ അത് എനിക്ക് വികാസിനെ അറിയുന്നതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞിട്ട് എനിക്കറിയാം. വികാസിന് ഒരുപാട് ഇഷ്ടമാണ് മോളെ ശരിക്കും നമ്മുടെ തനതായ നമ്മുടെ കല പഠിപ്പിക്കണം, അവളെ നല്ല രീതിയിലൊരു നൃത്തരൂപം പഠിപ്പിക്കണം. അതിനുവേണ്ടി തന്നെ ഈ വീട്ടിലൊരു സ്പേസ് വരെ വികാസ് സ്വരൂപ് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മോള് 8 മാസമായിട്ടുള്ളൂ. അവളൊന്ന് വളർന്നു വന്ന് അവളുടെ ഇഷ്ടം കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമായിരിക്കും ആ ഒരു സ്പേസ് ട്രാൻസ്ഫോം ചെയ്തിട്ട് ആ മോൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്ത് വെക്കാൻ പോണത്. അപ്പൊ എന്തായാലും നമ്മൾ ഹോം ടൂറിലെ പ്ലേസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആ ഒരു കാര്യത്തിൽ കറക്റ്റാണ്. അവരുടെ മോളുടെ ഇഷ്ടം അറിഞ്ഞാൽ മാത്രമേ ഇപ്പൊ ആഗ്രഹം, ഇപ്പൊ ഞാൻ നാരായണി എന്ന് പറയുന്നത് എൻ്റെ ആ ഒരു ഡ്രീമായിട്ട് തന്നെ ഇരിക്കുവാണ്. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞ പോലെ ഡാൻസുകാരി ആക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ബട്ട് നെവർ നമ്മൾ ഫോഴ്സ് ഒന്നുമില്ല. അവളെ ഞാനിങ്ങനെ എല്ലാ ഓപ്ഷൻസും കൊടുത്ത് കാണിക്കും. ആ ഓപ്ഷനിൽ വിച്ച് വൺ ഷീ സെലക്ടിങ് അതാണ് പിന്നെ എൻ്റെ ഡ്രീം. ഈ നാരായണി എന്നുള്ള പേര് വികാസിന്റെ തന്നെ സെലക്ഷൻ ആയിരിക്കും. ഒരു ഓൺലൈൻ മീഡിയയില് ഞാനൊരു ഇന്റർവ്യൂവിന്റെ സമയത്തിന് അവർ ചോദിച്ചിരുന്നു എന്തായിരിക്കും പേരിടുന്നത്. അപ്പൊ ഞാൻ ആ ഒരു സമയത്തിന് നാരായണനോ നാരായണിയോ ഏതെങ്കിലും ഒരു നാരായണനോ ഒരു നാരായണി ആയിരിക്കാം എന്ന് പറഞ്ഞതാ. പക്ഷെ അതിനുശേഷം ആ ഇന്റർവ്യൂവിന് കണ്ടിട്ട് പുള്ളിക്കാരിയുടെ പ്രസവം എടുത്ത ലേബർ ഡോക്ടർ പറഞ്ഞ്, പുള്ളിക്കാരി ചോദിച്ചു പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നാരായണിയാണെന്ന്. അപ്പൊ ഡോക്ടറെ വിളിച്ചു. ആദ്യമായിട്ടാണ് ഒരു ഡോക്ടർ ഒരു പേരിട്ട് വിളിക്കുന്നത്. അതിനുശേഷം ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തപ്പോഴും ഇറ്റ്സ് എ ബേബി ഗേൾ എന്ന് പറഞ്ഞ് ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ എല്ലാവരും നാരായണി വന്നു നാരായണി. പിന്നെ നോക്കിയപ്പോ ആ പേര് കേട്ട് എനിക്കും അങ്ങ് ഇഷ്ടമായി. പേര് അപ്പൊ തന്നെ ഞാൻ നാരായണി ഫിക്സ് ആക്കി. ലാസ്റ്റ് ചോദ്യമാണ്. കറക്റ്റ് ഉത്തരം പറയല്ലേ എന്നാണ് വികാസ് ആഗ്രഹിക്കുന്നത്. വികാസിന് ഭയങ്കര ഇഷ്ടം അത്ര പനിഷ്മെന്റ് ഏറ്റെടുക്കാൻ. അപ്പോൾ ശരി, ലാസ്റ്റ് ചോദ്യം. ഹൗസ് വാമിങ്ങിന് വിളിച്ചിട്ട് ആര് വരാതിരുന്നതാണ് വികാസിന് ഏറ്റവും കൂടുതൽ വേദനയായത് അല്ലെങ്കിൽ വിഷമമായത്? ഒരുപാട് പേരെ വിളിച്ചിരുന്നു, ഒരുപാട് പേരെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു വലിയൊരു ഹൗസ് വാമിങ് ആയിരുന്നു ഈ താമരയുടെ. അതിൽ വിളിച്ചിട്ട് അന്ന് വരാൻ പറ്റാതിരുന്നത് കാണിക്കട്ടെ, കാണിച്ചോ. അയ്യോ എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. എന്താ എഴുതിയ? എല്ലാവരും തന്നെ വന്നു. ഓക്കെ, നമ്മൾ ഇവിടെ വിളിച്ചിട്ടുള്ള എല്ലാരും വന്നു. പിന്നെ പുറത്തുനിന്ന് ഉള്ളവരുണ്ട്, അവർക്ക് വരാൻ പറ്റാത്തതുണ്ട്. വന്നില്ല. ഓക്കെ, നോക്കട്ടെ ഇദ്ദേഹത്തിന്റെ ആൻസർ എന്താ? അന്തം പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഫ്രണ്ടോ? ഏത് ഫ്രണ്ടിന്? അതാ ഞാൻ പറഞ്ഞ പുറത്തുനിന്നുള്ളേ ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് വരാൻ പറ്റിയില്ല. ബാക്കി എല്ലാരും വന്നു. പുറത്തുനിന്ന് എല്ലാത്തിനും ഹി വാസ് ദേർ, ഹി ആൻഡ് ഹിസ് ഫാമിലി. അവസാന നിമിഷം വരെ അപ്പം വരാനായിട്ട് ഇരുന്നിട്ട് വരാൻ പറ്റില്ല. ഒബ്വിയസ്ലി, തീർച്ചയായിട്ടും. പിന്നെ നമ്മള് പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരെ വിളിക്കാൻ വിട്ടുപോയി. ആ ഒരു വിഷമമുണ്ട്. അതാണ് വിഷമം. സത്യത്തില് ഞാൻ ഈ വീട് പാലുകാച്ച് ഇന്ന ദിവസം ഫിക്സ് ചെയ്തു. പക്ഷേ ഫിക്സ് ചെയ്തിട്ട് തലേ ദിവസം നൈറ്റ് വരെയും പണി തീർന്നില്ല. അപ്പൊ എനിക്ക് ആ ഒരു 7 ഡേയ്സിലാണല്ലോ വിളി വരുന്നത്, വിളിക്കണ്ട ക്ഷണിക്കണ്ട. ആ 7 ഡേയ്സ് ഞാൻ പാനിക്കാണ്, തീരുന്നില്ലല്ലോ എന്നുള്ള. അതുകൊണ്ട് ഞാൻ ഒത്തിരി പേരെ വിളിക്കാൻ പറ്റും. ആ ടെൻഷൻ വരുമ്പോ ഒബ്വിയസ്ലി അതുണ്ട്. പക്ഷെ നമ്മള് ബാക്കി ഇവിടെ വിളിച്ച എല്ലാരും വന്നു, പക്ഷെ നമ്മൾ വിളിക്കാത്ത ഒരുപാട് പരാതി വന്നു. സാരമില്ല, നമുക്ക് ഇനി മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്കോ അങ്ങനെ നമുക്ക് എന്തിനെങ്കിലും ഒക്കെ ആയിട്ട് പിന്നെ വിളിക്കാം. അല്ലെ വീടിന് തന്നെ ഫസ്റ്റ് ഒരു ഇത് നമുക്ക് അല്ലെ ഐഡിയ. ഓരോ ദിവസം ഓരോ കണ്ടന്റ്സ്, ആഘോഷിക്കാൻ ഓരോ കാരണങ്ങൾ. ആ ഫസ്റ്റ് നമ്മുടെ ആനിവേഴ്സറി വരുമ്പോൾ നമുക്ക് മൈൽ സ്റ്റോൺ ഇവന്റ്സിന് കൊടുക്കാം. അപ്പോൾ ആ ഇവന്റ് നല്ല സൂപ്പർ ആയിട്ട് ചെയ്തു തരും. പുതിയതായിട്ട് തുടങ്ങിയിരിക്കണം മൈൽ സ്റ്റോൺ ഇവന്റ്സ്. അതെല്ലാ പരിപാടിയും, കല്യാണം, എൻഗേജ്മെന്റ്, കോർപ്പറേറ്റ് ഇവന്റ്, ബർത്ത്ഡേ ഫംഗ്ഷൻ, ഇപ്പൊ ഇങ്ങനത്തെ ഹൗസ് വാമിംഗ് പരിപാടി. അപ്പൊ എന്റെ അടുത്ത വർഷത്തെ ഒരു ഈവന്റിന് അടുത്തത് നിങ്ങൾക്ക് വികെഎസിന്റെ മൈൽ സ്റ്റോണിന് കാണാം. അപ്പൊ നല്ല സ്പെഷ്യൽ കണ്ടന്റോട് കൂടി തന്നെ ആയിരിക്കും അതിന്റെ ഔട്ട് പോകുന്നുണ്ടാവും കേട്ടോ. സാധാരണ നമ്മൾ കാണുന്ന പോലത്തെ വെറുതെ അവിടെ നടക്കുന്ന ഒരു നോർമൽ ഫംഗ്ഷൻ അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് ആയിരിക്കില്ല മൈൽ സ്റ്റോൺ ഇവന്റ്സിന്റെ ഒരു ഔട്ട് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ തന്നെ വന്നതല്ലേ നമ്മുടെ ഷാജി പാപ്പന്റെ കല്യാണത്തിന്. അന്ന് തന്നെ ഒരു സാധാരണ വെഡിങ്ങിനെക്കാട്ടിലും ഒരുപാട് കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള അങ്ങനെ ഒരു പ്രോഗ്രാം ആയിരുന്നു. അത്തരത്തിലുള്ള നല്ലൊരു സ്പെഷ്യൽ കണ്ടന്റുമായിട്ട് ഇതാ വികാസ് ഒരു വിശേഷവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ മൈൽ സ്റ്റോൺ ഇവന്റ്സിലൂടെ എത്തും. അപ്പോൾ ഉടനെ തന്നെ ഓക്കെ, എന്തായാലും വിജയകരമായ കുറെ തോൽവികളും അതിനുശേഷം സർപ്രൈസിങ് കുറെ ജയങ്ങളും ഒക്കെ ആയിട്ട് വികാസും ഒപ്പം എല്ലാത്തിനും വളരെ എന്താ പറയാ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞുകൊണ്ട് ഷെറിലും ഈ ഒരു റൗണ്ട് വളരെ ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവർക്ക് കൊടുക്കാൻ സമ്മാനങ്ങളൊന്നുമില്ല, കാരണം ഇവർ വിജയികളല്ലാത്തത് കൊണ്ട് സമ്മാനങ്ങൾ കൊടുക്കുന്നില്ല. പകരം വേറൊരു ചെറിയൊരു റൗണ്ട്. അടുത്തത് മനസ്സ് തുറക്കുമ്പോൾ, അതാണ് സെഗ്മെന്റ്. വളരെ പെട്ടെന്ന് കഴിയും. 2 കാര്യങ്ങളേ ഉള്ളൂ. 2 ചീട്ട് വികാസിനും 2 ഷെറിലിനും.
അതിൽ ഒരെണ്ണം മാത്രം ഒരു സമയത്ത് അത് ഓപ്പൺ ചെയ്തിട്ട് എന്താണ് അതിൽ എഴുതിയിരിക്കുന്നതെന്ന് വികാസ് വായിക്കുക. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ മനസ്സ് തുറന്ന് എന്നോട് പറയണ്ട, നേരെ ഷെറിലിന്റെ അടുത്ത് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ, നേരെ തിരിച്ചും ഷെറിൽ അതുപോലെ തന്നെ. ഓക്കെ, റെഡി? വായിച്ചോ രണ്ടുപേരില്ല, ആദ്യം ഒരാള് 1 by 1. ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഇതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ അങ്ങോട്ട് അത് മനസ്സ് തുറന്നു ഉണ്ടോ ചോദിക്കാം. ചോദിച്ചിട്ട് അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ അത് നിങ്ങൾ തമ്മിൽ, ഞാൻ ഇതിനകത്ത് ഈ പിക്ചറിൽ ഞാനില്ല. ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടില്ല എന്നെനിക്ക് തോന്നിയിട്ടില്ല. പലപ്പോഴും പല കാര്യങ്ങൾക്കും ഞാൻ എൻ്റെത് മാത്രം ശരിയെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനല്ല, ദർ ഷുഡ് ബി എല്ലാ വ്യൂ പോയിന്റ്സും നോക്കണം എന്ന് എനിക്കറിയാം. അപ്പം പറയാനുണ്ടെ പറയാം, കമന്റ് ചെയ്യാൻ, തിരിച്ച് സംസാരിച്ചോളൂ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇല്ല, ഇല്ലെങ്കിൽ ഇല്ല. ഓക്കെ, കഴിഞ്ഞോ? ഇത് ശരിയല്ല രമ്യ. അന്ന് ഞാൻ അങ്ങനെ പെരുമാറിയത് വിഷമമായോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഇന്ന് വന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. വെള്ളം താടാ. വെള്ളം കുടിപ്പിച്ചോ? ഓ, ഇതായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നീ എനിക്ക് തന്നെ ഏറ്റവും വിളവെടുപ്പുള്ള അത് അടുത്തുണ്ട്. രണ്ടും വേണം. അന്ന് ഞാൻ അങ്ങനെ പെരുമാറിയത് വിഷമമായോ? എനിക്ക് ഞാൻ അങ്ങനെ മോശമായി പെരുമാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നില്ല. ഇനി അങ്ങനെ എപ്പോഴെങ്കിലും ഞാൻ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് പരസ്യമായിട്ട് ക്ഷമ ചോദിക്കും. അങ്ങനെ ക്ഷമയൊന്നുമല്ല, നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ അതേ ഉദ്ദേശിച്ചുള്ളൂ. ഇല്ല, ഞാൻ കാര്യകാരണങ്ങളില്ലാതെ ഒരാളെ വിഷമിക്കാൻ ശ്രമിക്കത്തില്ല. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അത് ഓപ്പൺ ആയിട്ട് പറയും. ഞാൻ അങ്ങനത്തെ ആളാണ്, ഞാൻ ഒളിച്ചു വെച്ച് പെരുമാറാറില്ല. ഓക്കെ, അതിപ്പോ തന്നെ നമുക്ക് ആ റൗണ്ടിൽ നിന്ന് അറിയാം. വളരെ ജെനുവൻ ആയിട്ട്, വളരെ ഇതായിട്ടാണ് എല്ലാം. ഓക്കെ, ഇനി അടുത്തത് വികാസിന്റെ അടുത്തത്. ഷെറിന്റെ തന്നെ രണ്ടാമത്തെ പറഞ്ഞു. നീ എനിക്ക് തന്ന ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം. അത് എന്ന് വെച്ചാൽ ഞാൻ വലിയ പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് എന്താണ്? ആ ഗിഫ്റ്റിനെ നിങ്ങൾ എനിക്ക് തന്നു, നീ എനിക്ക് തന്നു. അത് ഇപ്പൊ ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും വിലപിടിപ്പുള്ളതെന്ന് പറയുമ്പം നാരായണി തന്നെ. അതിൽ വലിയ വിലപിടിപ്പുള്ളതൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഇനി എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അവള് തന്നെയാണ് ഏറ്റവും വിലപിടിപ്പുള്ളത്. വെരി ട്രൂ. ഓക്കെ, ഇനി വികാസിന്റെ. താങ്ക്സ് ഫോർ ദാറ്റ്. എന്നിൽ നിനക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ഓഫ് കോഴ്സ് ഞാൻ എപ്പോഴും സോറി പറയും. കറക്റ്റ് ആണോ? എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അന്നേരം എന്നോട് ഒരു 5 മിനിറ്റിനകം സോറി പറയാറുണ്ട്. അങ്ങനെ കൂട്ടുകൂടും. ഞാനാണ് അന്നേരം ഇച്ചിരി മസിൽ പിടിക്കാറുണ്ട്. അങ്ങനെയാണ്. ഓക്കെ, അത് വലിയൊരു ഇത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എല്ലാവരും സോറി പറയാൻ വളരെയധികം ഈഗോ ഉള്ള മനുഷ്യരാണല്ലോ നമ്മുടെ ഇപ്പോഴിവിടെ. ആ ഒരു ഈഗോയിസ്റ്റിക് ഇതിൽ ആരും പറയില്ല. ചിലർക്കറിയാം എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നാലും ഈഗോ കാരണം അത് അഡ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് വലിയൊരു മനസ്സാണ് കേട്ടോ വികാസ്. തിരിച്ചും അങ്ങനെയാണ്, ഷെറിലും സോറി. പക്ഷെ എപ്പോഴും നമ്മൾ ഒരിക്കലും ഒരു കൈ കൊണ്ട് അടിച്ച സൗണ്ട് വരില്ല. നമ്മൾ 2 കൈ കൊണ്ട് തന്നെ അടിക്കണം സൗണ്ട് വരാൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കി. ബിക്കോസ് ഇതിപ്പോ എൻ്റെ 2ാമത്തെ ജീവിതമാണ്. അപ്പൊ ആദ്യത്തെ ജീവിതം എനിക്ക് പാഠപുസ്തകമായിരുന്നു. അപ്പൊ നമ്മൾ ആ പാഠപുസ്തകത്തിൽ നിന്ന് എന്ത് ചെയ്യാം, എന്ത് ചെയ്തുകൂടാന്ന് നമ്മൾ പഠിച്ചു. അല്ലാതെ അവിടെ അതിൻ്റെ ഒരു റിപ്പീറ്റ് കോപ്പി പേസ്റ്റ് അല്ലല്ലോ നമുക്കിവിടെ വേണ്ടത്. അപ്പൊ അതെനിക്ക് പൂർണ്ണ ബോധ്യമാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും തെറ്റാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ തെറ്റ് ചിലപ്പോൾ നമ്മൾ ഓരോ നിമിഷം നമ്മൾ തന്നെ ചിലപ്പോൾ ഈ നേരത്തെ ഷെറിൽ പറയുന്നത് ഞാൻ വർക്കിൽ ടെൻസ്ഡ് ആയിരിക്കും, വേറെ പല ടെൻഷനിലും ആയിരിക്കും. അപ്പം നമ്മൾ ചിലപ്പോൾ എടുത്ത് എന്തെങ്കിലും പറയും. പക്ഷെ ആ പറഞ്ഞു കഴിയുമ്പോൾ അയ്യോ അതങ്ങനെ പറയേണ്ടിയിരുന്നില്ല. സോ ഞാനത് അപ്പം തന്നെ ഞാൻ സോറി പറയും. അത് ഞാൻ ഡിലേ ആക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത്. അങ്ങനെ സന്തോഷത്തോടെ നിങ്ങൾക്ക് വർഷങ്ങളോളം ഒരുമിച്ച് നല്ല ആരോഗ്യത്തോടെ ഇതേപോലെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റട്ടെ. നാരായണിയും ഇനി മുമ്പേ പറഞ്ഞ പോലെ ഇനി ഒരു കുഞ്ഞും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ഒരുപാട് ഈ താമരയിൽ ഇങ്ങനെ സന്തോഷത്തോടെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റട്ടെ. പിന്നെ നമ്മുടെ ഗുരുവായൂർ പുതിയ വീട്ടിലും അല്ലേ ഒക്കെ നല്ല രീതിയിൽ പോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സന്തോഷം. ഇനി നമുക്ക് ഇതിപ്പം ഓണത്തിന്റെ നമ്മുടെ ഈ ഒരു ഓണമേള ഞങ്ങൾ മൈൽസ്റ്റോൺ കുറേ ദിവസങ്ങളായിട്ട് ഓരോ സ്പെഷ്യൽ പ്രോഗ്രാംസ് ആയിട്ട് പോവുകയായിരുന്നു. നിങ്ങളുടെ ഈ ഒരു കണ്ടന്റോട് കൂടി ചതയത്തിന്റെ ഇന്നത്തെ ഒരു എപ്പിസോഡ് കൂടി നമ്മുടെ ഈ ഒരു ഓണം സ്പെഷ്യൽ എപ്പിസോഡ്സ് എല്ലാം കഴിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഓണപ്പാട്ട് പാടി നമുക്ക് 3 പേർക്കും കൂടെ ഒരു ഓണപ്പാട്ട് പാടി നമ്മുടെ ഈ ഒരു ഇതിവിടെ വൈൻഡപ്പ് ചെയ്യാം. പിന്നെന്താ, മോസ്റ്റ് വെൽക്കം നാരായണി. നാരായണിക്കുട്ടീനെ കൂടെ കാണാം കേട്ടോ. നാരായണിക്കുട്ടി നമുക്ക് പാട്ട് പാടാം. അച്ഛ പാടാൻ പോവാ.
അച്ഛയുടെ പാട്ടാണോ അമ്മയുടെ പാട്ട് വേണോ? അതാ ആന്റിയുടെ വേണം. അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ രണ്ടുപേരുടെ പേര് പറഞ്ഞിട്ട്. അവള് നിങ്ങളാണോ കൈയടിക്കും. പാടാൻ പോണേന്ന്? പാടിക്കോ. അടിച്ചോ. കുട്ടനാടൻ കുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ട് വേണം കുഴൽ വേണം കുട വേണം ഓ തിത്തിത്താര തിത്തിത്തേ തിത്തേ തകതേ ദൈതോ തിത്തിത്താര തിത്തിത്തേ തിത്തേ തകതേ ദൈതോ. നാരായണക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു പാട്ട്. അപ്പൊ എന്തായാലും ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. താങ്ക് യു.